ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അത്തത്തിൻ്റെ 5ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസവും നമ്മൾ ഓരോരോ റെസിപ്പീസ് ഇട്ടായിരുന്നു. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഊണിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഈ സാമ്പാർ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 കിഴങ്ങും, പിന്നെ ഒരു 7-8 വെണ്ടക്കായ എടുത്തിട്ടുണ്ട്, ഒരു വഴുതനങ്ങയും, പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 തക്കാളിയും ഒരു വലിയ സവോളയുമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 കപ്പ് പരിപ്പ് കൂടി ഇതിനായിട്ട് ആവശ്യമുണ്ട്. ഞാനിവിടെ ഏകദേശം 150 ഗ്രാമോളമുള്ള പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ആ പച്ചക്കറിയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ എടുക്കണം നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുള്ള വേറെ പച്ചക്കറികൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ പച്ചക്കറിയെല്ലാം നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഈ പരിപ്പ് ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചക്കറി കൂടി ഇതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ പച്ചക്കറി നഗയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് വേവിക്കാൻ വേണ്ടി വെച്ചാൽ മതിയാകും. ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും. ഇപ്പോൾ കുക്കറിന്റെ പ്രഷർ മുഴുവനായിട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഒത്തിരി വേവിക്കാൻ വേണ്ടി പോയാൽ ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ സാമ്പാർ പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികൾ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വാളംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിപ്പം ഒഴിച്ചു കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പച്ചക്കറി വേവിക്കാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഇനി ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സാമ്പാർ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിരുന്ന് തിളയ്ക്കും തോറും ഇത് നന്നായിട്ട് കുറുകി വരും. ഇനി നമുക്കിതൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി നന്നായിട്ടൊന്ന് ചുമന്ന് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാവുമ്പം ഈ സാമ്പാറിൻ്റെ എല്ലാ ഫ്ലേവറും കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണസദ്യക്ക് ഈ സാമ്പാർ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഇട്ട റെസിപ്പീസ് ഒരുപാട് പേര് കാണുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. ഇനിയും നല്ല നല്ല ഓണവിഭവങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നാളെ മറ്റൊരു ഓണസദ്യ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.